നോമ്പിന് നമ്മൾക്ക് നല്ല ഈസിയും അതേപോലെ ടേസ്റ്റുള്ള സ്നാക്സ് ചെയ്തെടുക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അപ്പം നമുക്കൊന്ന് ചിക്കൻ ഡൈനാമിക്സ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചിക്കൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഡൈനാമിക്സിൻ്റെ ഒരു സോസും കൂടി റെഡിയാക്കണം. അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ മയോനൈസ്, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇത്തിരി ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ സോസ് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബാറ്ററാണ് റെഡിയാക്കേണ്ടത്, നമ്മളെ ബ്രെഡ് മുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു 2 ടീസ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, ഇത്തിരി ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾക്ക് അധികം കട്ടിയില്ലാതെ ലൂസാക്കിയിട്ട് നമുക്കിത് കലക്കി മാറ്റി വെക്കാം. ഇനി നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സപ്പോർട്ട്, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് മുറിച്ചെടുക്കണം. അതിന് ഞാൻ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഒരു ബ്രെഡായിട്ട് വെച്ചിട്ട് അതൊരു മൂടി വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. അങ്ങനെ 3 ബ്രെഡും ഇതേപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ നമ്മളെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ മുക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് അതിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ടീസ്പൂൺ കൊണ്ട് മുകൾ ഭാഗത്തേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക ബ്രെഡിൻ്റെ മുകളിൽ. ഇനി നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കണം. ഇതുപോലെ പൊരിച്ചെടുക്കുക. ഇങ്ങനെ 3 ബ്രെഡും ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി കൊണ്ട് അതിൻ്റെ സെൻറ്റർ മുറിച്ചെടുത്താൽ നമുക്കൊരു പോക്കറ്റ് പോലെ ആവുമല്ലോ, ഒരു പോക്കറ്റ് പോലെ ആവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡൈനാമിക്സിൻ്റെ സോസ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ സോസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ലെറ്റ്യൂസിൻ്റെ ലീവ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു